ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് GK ക്വസ്റ്റ്യൻസ് ആണ്. സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുള്ളത്. ആനുകാലികം, പക്ഷികൾ, സ്വാതന്ത്ര്യ സമര ചരിത്രം, കേരളം, അടിസ്ഥാന വിവരങ്ങൾ. പാർട്ട് 2 ആണ്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും GK ക്വസ്റ്റ്യൻസൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. മക്കളെ, എക്സാമിന് പേടിക്കൊന്നും വേണ്ട. ചോദ്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി റിലാക്സ് ആയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. 5 മാർക്കിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ആവർത്തിച്ച് വായിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, എൻ്റെ കുട്ടികളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും വിജയിക്കും. എല്ലാവർക്കും ഉയർന്ന മാർക്ക് ലഭിക്കും കേട്ടോ. ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ നോക്കുന്നത്. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ആൻസർ സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ആൻസർ CP രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരം ഏത്? ആൻസർ കോഴിക്കോട്. 2023 യുനെസ്കോ ഇത് സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത്. ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേരെന്ത്? ആൻസർ കല്യാൺ സിംഗ് നഗർ. ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. 76 ജില്ലകളാണ് ഉത്തർപ്രദേശിലുള്ളത്. സംസ്ഥാനത്തെ ആദ്യ ത്വക്ക് ബാങ്ക് എവിടെയാണ്? തിരുവനന്തപുരം. ആദ്യ ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളി ഈയിടെ അന്തരിച്ചു. ആരാണ് അദ്ദേഹം? ആൻസർ മാനുവൽ ഫെഡറിക്. 1972 ഹോക്കിയിലാണ് അദ്ദേഹത്തിന് മെഡൽ ലഭിച്ചത്. ഇപ്പോഴത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ആൻസർ സൗമൻ സെൻ. 2023 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകിയത് 2025 ആർക്കാണ് ലഭിച്ചത്? ആൻസർ മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് മോഹൻലാൽ. ആരാണ് ദാദാസാഹിബ് ഫാൽക്കെ? ഇന്ത്യൻ സിനിമയുടെ പിതാവാണ് അല്ലേ. ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മലയാളി ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. 2004 ലഭിച്ചിട്ടുള്ളത്. ആദ്യമായി നൽകി തുടങ്ങിയത് 1969. 1969 വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 നമ്മുടെ ISRO, ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ISRO സ്ഥാപിച്ചത് 1969. EVSൻ്റെ ഓരോ യൂണിറ്റും നൽകിയിട്ടുണ്ട്. അതിൽ കറണ്ട് അഫയേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. മക്കളതൊക്കെ പോയി കാണാൻ നന്നായിട്ട് പഠിക്കണേ. ഇതര സംസ്ഥാന പൗരന്മാരെ മലയാളം പഠിപ്പിക്കുന്ന പദ്ധതി അനന്യ മലയാളം. സർക്കാർ ഓഫീസുകൾ സന്ദർശിക്കാതെ എല്ലാ സേവനങ്ങളും ഓൺലൈനായി ഏകീകൃത പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്ന മൊബൈൽ ആപ്പിൻ്റെ പേരെന്ത്? നമ്മുടെ കേരളം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടുന്ന ബോളർ ആര്? ആൻസർ ജസ്പ്രീത് ബുംറ. 2026 2020 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ആതിഥേയ രാജ്യങ്ങളേവ? ഇന്ത്യ, ശ്രീലങ്ക. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആര്? ആൻസർ ആലിൻ ഷെറി. കേരള സർക്കാരിൻ്റെ ടാക്സി സർവീസായ കേരള സവാരിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആര്? സഞ്ജു സാംസൺ. ഇനി നമുക്ക് കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കുട്ടനാട്ടിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച ബണ്ട് ഏത്? ആൻസർ തണ്ണീർമുക്കം ബണ്ട്. കുട്ടനാട്ടിലെ അധിക ജലം കടലിലേക്ക് ഒഴുക്കിക്കളയാനായി ഉണ്ടാക്കിയ സംവിധാനം ഏത്? ആൻസർ തോട്ടപ്പള്ളി സ്പിൽവേ. ഇരവിക്കുളം ദേശീയോദ്യാനത്തിൻ്റെ ഭാഗമായി വരുന്ന കൊടുമുടി? ആനമുടി. ഇടവപ്പാതിയുടെ മറ്റൊരു പേരെന്ത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം, മഴക്കാലം എന്നൊക്കെ അറിയപ്പെടും. തുലാവർഷത്തിൻ്റെ മറ്റൊരു പേര്? വടക്കുകിഴക്കൻ മൺസൂൺ. തിരുവാതിര ഞാറ്റുവേലയുടെ കാലദൈർഘ്യം എത്ര? 15 ദിവസം. എത്ര നീളമുള്ള പുഴകളെയാണ് കേരളത്തിൽ നദികളായി കണക്കാക്കുന്നത്? ആൻസർ 15 കിലോമീറ്റർ. ആകെ നദികൾ എത്ര? 44. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ? 41. കിഴക്കോട്ടൊഴുകുന്ന നദികൾ? 3. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെ? കബനി, ഭവാനി, പാമ്പാർ. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും വടക്കുള്ള നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും തെക്കുള്ള നദി
നെയ്യാർ. പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്? ശിവഗിരി മലയിൽ നിന്ന്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്? ആൻസർ ലാറ്ററൈറ്റ് മണ്ണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ചെങ്കൽ മണ്ണ്. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ ഏത് നദിയിലാണ്? ആൻസർ ചാലക്കുടി. കടലുമായി ബന്ധമില്ലാത്ത കായലുകളെ വിളിക്കുന്ന പേര്? ഉൾനാടൻ കായലുകൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്? മുഴുപ്പിലങ്ങാടി ബീച്ച്. ഏറ്റവും കുറവ് വനമുള്ള ജില്ല? ആൻസർ ആലപ്പുഴ. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല? കൊല്ലം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം? 5. ദേശീയോദ്യാനങ്ങൾ: ഇരവിക്കുളം ദേശീയോദ്യാനം, ഇത് ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇടുക്കി ജില്ലയിൽ. സൈലൻറ്റ് വാലി രണ്ടാമത്തെ വലിയ ദേശീയോദ്യാനം പാലക്കാട്. ആനമുടിച്ചോല ഇടുക്കി. പാമ്പാട്ടുംചോല ഇടുക്കി. ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാട്ടുംചോല. മതിൽക്കെട്ടാൻ ചോല ഇടുക്കി. ദേശീയോദ്യാനങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ് കേട്ടോ. കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യ പേര്? നെല്ലിക്കാമ്പെട്ടി. അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് മലപ്പുറം ജില്ലയിലാണ്. അമരമ്പലം റിസർവിൻ്റെ ഭാഗമാണ്. കരുവാരക്കുണ്ട് മേഖലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. ഔദ്യോഗിക പാനീയം ഇളനീർ. ഔദ്യോഗിക ചിത്രശലഭം ബുദ്ധമയൂരി. ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ചെറിയ ജില്ല ആലപ്പുഴ. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. വലുപ്പത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 22. കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഭൂവിഭാഗം മലനാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇനി കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നോക്കാം. കേരളം രൂപീകരിച്ചത് 1956 നവംബർ 1. വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. തലസ്ഥാനം തിരുവനന്തപുരം. ഇതൊക്കെ മക്കൾക്ക് അറിയുന്നതാണല്ലേ, സിമ്പിളാണല്ലോ. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ നമ്മുടെ കേരളത്തെ ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. സാക്ഷരത ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ജില്ലകൾ 14, താലൂക്കുകൾ 75, ജില്ലാ പഞ്ചായത്തുകൾ 14, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ഗ്രാമപഞ്ചായത്തുകൾ 941, നഗരസഭകൾ 87. മക്കളെ, എന്തിനാണ് ഇത്രത്തോളം പറയുന്നതെന്ന് വെച്ചാൽ ചോദ്യപേപ്പർ മക്കൾ കണ്ടല്ലോ അല്ലേ. 1, 2 ശരിയാണ്, 3, 4 ശരിയാണ്, അങ്ങനെയാണ് ചോദ്യം വരുന്നത്. മക്കൾ ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. 6 കോർപ്പറേഷനുകൾ. ഏക കൺട്രോൾമെൻറ്റ് കണ്ണൂർ. നിയമസഭാ മണ്ഡലങ്ങൾ 140, ലോകസഭാ മണ്ഡലങ്ങൾ 20, രാജ്യസഭാ സീറ്റുകൾ 9. ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. ഔദ്യോഗിക വൃക്ഷം തെങ്ങ്. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ. ഔദ്യോഗിക മൃഗം ആന. ഔദ്യോഗിക മത്സ്യം കരിമീൻ. ഇതെല്ലാം മക്കൾക്ക് അറിയുന്നതാണല്ലോ അല്ലേ, കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. കനകക്കുന്ന് കൊട്ടാരം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? സർദാർ KM പണിക്കർ. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജി മ്യൂസിയം ഹിൽ പാലസ്. കേരള പോലീസ് അക്കാദമി എവിടെയാണ്? തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. ഭരണനഗരം തിരുവനന്തപുരം. വ്യാവസായിക നഗരം കൊച്ചി. വ്യാവസായിക തലസ്ഥാനം എറണാകുളം. സാഹിത്യ നഗരം
കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല കയർ വ്യവസായം. ടൂറിസത്തെ വ്യാവസായികമായി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല കാസർഗോഡ്. ഏറ്റവും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളുള്ള ജില്ല മലപ്പുറം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കായൽ ആൻസർ ഉപ്പളക്കായൽ. ഇനി പക്ഷികളെക്കുറിച്ച്. വിജ്ഞാനത്തിൻ്റെ പ്രതീകം എന്നറിയപ്പെടുന്ന പക്ഷി മൂങ്ങ. സമാധാനത്തിൻ്റെ പ്രതീകം പ്രാവ്. ഏറ്റവും വലിയ പക്ഷി ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി എമു. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. ഏറ്റവും വലിയ ആയുസ്സുള്ള പക്ഷി ഒട്ടകപ്പക്ഷി. പാലുൽപാദന ശേഷിയുള്ള പക്ഷി പ്രാവ്. ചിറകുകൾ നീന്താനായി ഉപയോഗിക്കുന്ന പക്ഷി പെൻഗ്വിൻ. ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന പക്ഷി ഏത്? കഴുകൻ. കേരളത്തിൻ്റെ പക്ഷിഗ്രാമം നൂറനാട്, ആലപ്പുഴ. ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ആർട്ടിക് ടേൺ. ഏറ്റവും കൂടുതൽ ചിറകു വിരിക്കാൻ കഴിയുന്ന പക്ഷി ആൽബട്രോസ്. ഏറ്റവും കൂടുതൽ വേഗത്തിൽ പറക്കുന്ന പക്ഷി ഷിഫ്റ്റ്. കഴുത്ത് ഏറ്റവും കൂടുതൽ തിരിക്കാൻ കഴിവുള്ള പക്ഷി മൂങ്ങ. അന്യപക്ഷിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി ഏത്? കുയിൽ. കാൽപാദത്തിൽ വെച്ച് മുട്ട വിരിക്കുന്ന പക്ഷി പെൻഗ്വിൻ. പിന്നിലേക്ക് പറക്കാൻ കഴിയുന്ന പക്ഷി ഹമ്മിങ് ബേർഡ്. പ്രകൃതിയുടെ തോട്ടി കാക്ക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്ക. പക്ഷികളുടെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? 4. സ്വാതന്ത്ര്യസമര സേനാനികളും വിശേഷണങ്ങളും. മഹാത്മാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മുടെ ഗാന്ധിജിൻ്റെ മുഴുവൻ പേരാണ് കേട്ടോ. രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ബാപ്പുജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ചാച്ചാജി ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ പിതാവ് ജവഹർലാൽ നെഹ്റു. നവഭാരത ശില്പി ജവഹർലാൽ നെഹ്റു. നേതാജി എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ഷഹീദ് ഇ അസം, അതായത് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ്. പഞ്ചാബ് കേസരി ലാലാ ലജ്പത് റായ്. ദേശാഭിമാനി രാജേന്ദ്ര പ്രസാദ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ദീനബന്ധു CF ആൻഡ്രോസ്. ദേശബന്ധു ചിത്രരഞ്ജൻ ദാസ്. ലോക്നായക് ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകതാ പ്രതിമ. അതിൻ്റെ പ്രധാന ശില്പി ഈ അടുത്ത് അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് റാം സൂത്തർ. ലോകമാന്യ ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര തിലക്. ഗുരുദേവ് രവീന്ദ്രനാഥ ടാഗോർ. കവിഗുരു രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നാളെ എക്സാം കഴിഞ്ഞിട്ട് ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ വിടാം കേട്ടോ. അപ്പോൾ മക്കൾ എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ.